ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ പിന്നെ ഒരു യോഗ ഇൻസ്ട്രക്ടറാണ്. ഉം. പക്ഷേ യോഗയിലേക്ക് ഞാൻ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്ന സമയത്താണ് ഉം. എനിക്ക് അത് കഴിഞ്ഞ് ആ സമയത്തൊന്നും എനിക്ക് വലിയൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യോഗയുടെ ഡിപ്ലോമ അല്ലേ? യോഗയുടെ ഡിപ്ലോമ ചെയ്യുന്ന സമയത്ത് അത് എവിടെയായിരുന്നു ചെയ്തത്? അത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇരുന്നത്. അത് എവിടെ ഫിസിക്കൽ എവിടെ ഫിറ്റ്നസ് കണ്ണൂർ ട്രെയിനിങ്ങിന്റെ കണ്ണൂരാണ്? കണ്ണൂരല്ല, കോഴിക്കോട് ഭാഗമാണ്. ഓക്കെ. അപ്പം അതിനുശേഷം ആണ് എൻ്റെ ഒരു എനിക്കൊരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്തത്. യോഗ എത്ര എത്ര ദിവസം ചെയ്തപ്പോഴാണ് ഫീലിംഗ് തുടങ്ങിയത്? എനിക്ക് അങ്ങനെ ആ സമയത്തൊന്നും എനിക്ക് അങ്ങനെ യോഗ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളൊന്നുമല്ല. ഓക്കെ. പക്ഷെ അതിലേക്ക് വന്ന സമയത്ത് ആണോ എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം അത് തന്നെയാണോ എന്നെ ഹെൽപ്പ് ചെയ്തതെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എനർജി ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കണേ. അപ്പോൾ അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ നമ്മുടെ ഒരു ക്ലാസ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. MSc ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പിക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഫീൽ ചെയ്തത്. അപ്പം എനിക്ക് എൻ്റെ തേർഡ് ഐ, അതായത് നമ്മുടെ ഈ പുരികത്തിന്റെ നടുവിൽ നിന്നൊരു വൈബ്രേഷൻ ആയിരുന്നു ഫസ്റ്റ് ഫീൽ ചെയ്തത്. അങ്ങനെ ഫീൽ ചെയ്ത സമയത്ത് ഭയങ്കര ഹെഡ് ഏക്ക് ആയിരുന്നു. കുറച്ച് ദിവസങ്ങളോളം നല്ല ഹെഡ് ഏക്ക് ഉണ്ടായിരുന്നു. തല പിളരുന്നത് പോലുള്ള അത്രയും എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഹെഡ് ഏക്ക് ആയിരുന്നു. എനിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോഴും ഞാൻ ഡീപ്പായിട്ടൊന്നും ഈ ഡിപ്ലോമയിൽ ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല ആ സമയത്തൊന്നും. സാധാരണ ഒരു ഫിസിക്കൽ എക്സസൈസ് അത്രമാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് കുറച്ച് ഇങ്ങനെ വ്യായാമം ചെയ്യണം, അത്രമാത്രം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്തത്. പിന്നെ കോഴ്സ് ചെയ്തതും എനിക്കൊരു ഇഷ്ടം ഉണ്ടായിട്ട് ചെയ്തതല്ല. പക്ഷെ ഇതിലേക്ക് എത്തി വന്നപ്പോൾ പിന്നെ അതിന് കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഹെഡ് ഏക്ക് വന്നു. പലരോടും ചോദിച്ചു ഇതെന്താ ഇങ്ങനെ സംഭവിക്കണേ എന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ വൈബ്രേഷൻ വല്ലാതെ വരും. എന്തിലെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്ത് നമ്മൾ ക്ലാസ് ഇപ്പൊ നമുക്ക് അധ്യാപകർ ക്ലാസ് പറഞ്ഞിരുന്ന സമയത്ത് ചിലപ്പോൾ ആ അദ്ദേഹത്തിന്റെ വാക്കുകളിലായിരിക്കാം, ചിലപ്പോൾ ആ ടീച്ചിങ്ങിലായിരിക്കാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ആ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ വൈബ്രേറ്റഡ് ആവുമായിരുന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ ചുറ്റിലും, അതായത് നമ്മുടെ ഹെഡിന്റെ ആ ഭാഗത്ത് മുഴുവനും ഒരു എന്താ പറയുക, ഒരു എന്തൊക്കെയോ ഒരു വൈബ്രേഷൻ അത് വന്നതിന് ശേഷവും ഈ സഹസ്രാരത്തിന്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പുഷിങ് ആയിരുന്നു, ഒരു തള്ളിച്ച. പക്ഷെ ആ തള്ളിച്ച് കഴുത്തിൽ നിന്ന് മുകളിലേക്ക് അല്ലേ? അതായത് നെറ്റിയുടെ ഭാഗത്ത്, കഴുത്തിലൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളിലേക്ക് എനിക്കത് ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഇതായിരുന്നു, ഒരു തരം ഒരു വലിവ്. വലിവെന്ന് പറയുമ്പോ മുകളിലോട്ട് തള്ളുകയാണ് ചെയ്യണത്. അപ്പം ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. എനിക്കിത് എന്താന്ന് ശരിക്കും അറിയില്ല. അപ്പൊ ഞാൻ പലരോടും ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവരോടൊക്കെ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ. അവർക്കാർക്കും ഒരു ഉത്തരം പറയാൻ പറ്റണില്ല, എന്താണ് ഏതാണ്. അപ്പം എന്നോട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തൂ എന്നൊക്കെയാണ് അവരൊക്കെ പറഞ്ഞു തരുന്നത്. നേരെ വിപരീതമാണ് പറഞ്ഞത്. അത് വിപരീതമാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതിനെ അപ്പോൾ ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാനോ അങ്ങനെയൊന്നും നിന്നില്ല. പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കലാണ് എനിക്കിത് സംഭവിക്കുന്നത്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കറിയില്ല, ജപം ചെയ്യുന്ന ഒരു സാധനയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുട്ടിക്കാലം മുതൽക്കേ ജപം ചെയ്യുന്ന ഒരാളാ. എന്തായിരുന്നു ജപം? നാമജപം, വെറും നാമകീർത്തനങ്ങൾ മാത്രം, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് ഏത് മൂർത്തിയുടെ ആയിരുന്നു? കൃഷ്ണനാണ്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ദേവി ദേവൻ അങ്ങനെ എത്ര വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു? അതിന്റെ കുട്ടിക്കാലം മുതൽക്ക്. കാരണം നമ്മുടെ വീട്ടിലൊരു ചിട്ടയുണ്ട്, വിളക്ക് കത്തിക്കുമ്പോ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളത്. അതന്നെ, അത് ഭയങ്കര മെഡിറ്റേഷൻ ആണ്. ഒന്നും ചെയ്തില്ലാതെ പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. അല്ല, എനിക്ക് അറിയില്ല. ഇത് തന്നെയാണ് ഭയങ്കര സാധനയാണത്. ഇതൊന്നും നമുക്കറിയില്ല. അതിന്റെ റിസൾട്ടാണ് കിട്ടിയത്. പക്ഷെ ആ സമയത്ത് നമുക്കറിയില്ല, നമ്മൾ സാധാരണക്കാര് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ ഒരു പുഷ് ഇങ്ങനെ കിട്ടി. പിന്നെ അതിന്റെ കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു, ഭയങ്കര കൂളിംഗ് എഫക്റ്റ്. ഒരു ചെറിയ തണുപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
നെറ്റിയുടെ ഉള്ളില്. നെറ്റിയല്ല, സഹസ്രാര ഭാഗത്താണ് എനിക്ക് കിട്ടിയിരുന്ന ആ ഓക്കെ. കൂളിംഗ് കിട്ടിയിരുന്നത്. നെറ്റിയിൽ എനിക്ക് കിട്ടിയില്ല. നെറ്റിയിൽ ഇങ്ങനെ വൈബ്രേഷൻ മാത്രമേ വൈബ്രേഷൻ കിട്ടിയോ? ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, സത്യം പറഞ്ഞാൽ ഞാനത് ഇങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഈശ്വരൻ ഞാൻ സമാധിയായി പോവാണ്, എനിക്കറിയില്ല എന്താ സംഭവിക്കണത്, ആരോ ഒന്നും പറഞ്ഞു തരാനില്ല. സഹസ്രാരത്തിന്റെ മുകളിൽ നിന്ന് സഹസ്രാരം തുറന്നിട്ട് മുകളിലേക്ക് എനർജി പോകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു വളയം ഞാൻ കണ്ടു. അതായത് ഒരു വയലറ്റും അല്ല, ഒരു ലൈറ്റ് വൈറ്റ് കളറും കൂടെ ചേർന്നിട്ട് ഒരു വളയുടെ ഷേപ്പ്, ഒരു ചെറിയ വള, അത്രയേ ഉള്ളൂ. ഓപ്പൺ ആയ പോലെ തോന്നിയിരുന്നോ? എനിക്ക് ഫീൽ ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഫീൽ ചെയ്ത സമയത്താണ് എനിക്ക് ആ കൂളിംഗ് ഒക്കെ എഫക്റ്റ് ആയിട്ട് വന്നത് ബോഡിയിലേക്ക്. കറക്റ്റ് ആയിട്ടുള്ള അനുഭവം തന്നെയാണ്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ല. ഇതെങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എനിക്കതും അറിയില്ല. പക്ഷേ ഞാൻ ക്ഷേത്രങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് ക്ഷേത്രത്തിൽ കയറുമ്പോ ഈ എഫക്ട് വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ കയറുമ്പോൾ ആ വൈബ്രേഷൻ കറക്റ്റ് തേർഡ് ഐയുടെ ഭാഗം, പിന്നെ ഇതേപോലെ സഹസ്രാരത്തിന്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിട്ടാൻ. വേറെന്തോ ഒരു അനുഭവം കൂടി പറയാൻ വന്നു. ആ അനുഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതെനിക്ക് സംഭവിക്കുന്നത് ഞാൻ യോഗയിൽ വന്നതിന് ശേഷം മാത്രമല്ല, ഞാൻ ഒരു അമ്മയെ മീറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ആദ്യം ഞാൻ വിചാരിച്ചു ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മ, ജസ്റ്റ് ഒന്ന് കാണാൻ പോയി എന്ന് മാത്രമല്ല, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേനെ കുറിച്ച്. തലശ്ശേരിയാണ് അമ്മ. ആ അമ്മയുടെ അടുത്ത് ഞാൻ പോയിരിക്കാറുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഇങ്ങനെ പറഞ്ഞു കേട്ടു, ജസ്റ്റ് ഒന്ന് പോയ സമയത്ത് അമ്മേനെ കണ്ടപ്പോ എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മ, ഇവരെല്ലാരും എന്തിനാണ് ഇവരിങ്ങനെ ദൈവമാക്കിയൊക്കെ വെക്കണേ, ഇങ്ങനെയുള്ളൊരു മാനസിക ചിന്തയും കൊണ്ടാണ് അവിടെ എത്തിപ്പെട്ടതും. കണ്ടു കഴിഞ്ഞപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഞാനങ്ങ് തിരിച്ചു പോയതാണ്. പക്ഷെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഒരു പ്രത്യേക അനുഭവം പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോ എന്റെ തോന്നലാവാം, എനിക്കറിയില്ല എന്താന്ന് ഇപ്പോഴും. അസ്വസ്ഥതയാണോ അതോ സുഖമാണോ? സുഖമാണ്, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷെ എന്തൊക്കെയോ വന്നു കഴിഞ്ഞാൽ നമ്മളെ പൊതിയുന്ന പോലത്തെ ഒരു ഫീല് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് തോന്നി എന്തിത് സംഭവിക്കണേ, എനിക്ക് എന്നാലും ഒന്ന് വീട്ടിലേക്ക് ഒന്ന് അവിടേക്ക് പോണല്ലോ എന്നെനിക്ക് വീണ്ടും തോന്നി. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് വീണ്ടും പോയി. അമ്മ എന്നെ ടച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി അമ്മ ഒരു സാധാരണ അമ്മയല്ല എന്നല്ലേ. അപ്പൊ അവര് യാതൊരു വിഷമവും കാണിക്കാതെ അവര് സ്വീകരിച്ചു അല്ലേ? എന്നെ സ്വീകരിക്കുന്ന വെച്ചാൽ, ഞാൻ സാധാരണ അമ്മയുടെ മടിയിൽ എല്ലാവരും തലവെച്ച് കൊടുക്കും. അമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ അമ്മ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. അല്ലാത്തവരെ അമ്മ അനുഗ്രഹിക്കുക ചിലപ്പോ അവരുടേതായിട്ടുള്ള ലോകത്തിലായിരിക്കാം. അതുകൊണ്ട് അവര് ആ ഒരു ലെവലിൽ നിൽക്കുന്നതായിരിക്കും. അതെ, അവര് സാധാരണ വന്നു കഴിഞ്ഞാൽ ആരെയും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല, പോവാനാണ് പറയാറ്. ഒരു പ്രത്യേകതരം നേച്ചറാണ്. നമ്മുടെ ഇതുമായിട്ടുള്ള ഒരു ബന്ധമൊന്നും ഇല്ലാത്തൊരു അമ്മയാണ്. നമ്മളുടെ കണ്ടീഷൻസും നോംസും അല്ല. അതെ അതെ അതെ. അപ്പോ ഇപ്പൊ നമ്മൾ അമ്മേനെ നോക്കുകയാണെങ്കിൽ അമ്മ വേറെ ഭാഗത്തേക്ക് നോക്കും. നമ്മൾ തല താഴ്ത്തിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോ അമ്മ നമ്മളേക്ക് നോക്കുന്നുണ്ടാവാം. പിന്നെ ആ പോക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയി തുടങ്ങി. അമ്മേനെ കാണാണ്ടിരിക്കാൻ പറ്റാത്ത പോലെ ഫീൽ വന്നു. പിന്നെ അങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ അമ്മ സമാധി. ഓക്കെ. അപ്പൊ അതിന് ശേഷമാണ് എനിക്ക് ശരിക്കും ഈ ഒരു സ്റ്റേറ്റ് വന്നത്. കാരണം ഇന്ന് ഞാൻ അമ്മയെ മീറ്റ് ചെയ്തു. അതിന് ശേഷം ചിലപ്പോ എന്റെ യോഗയായിരിക്കാം, എന്തോ എനിക്ക് അറിയില്ല എന്താണ്. രണ്ടും ഒരേ സമയത്താണ് യോഗ തുടങ്ങുന്നതും അമ്മയെ കാണുന്നതും? അല്ലല്ല, യോഗ അതിന് മുമ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അനുഭവങ്ങൾ ഉണ്ടായത് അമ്മേനെ കണ്ടതിന് ശേഷം അമ്മ പക്ഷെ ഒരു ദിവസം ഞാൻ ഉറക്കത്ത് കണ്ടു അമ്മേനെ കാണാതെ തന്നെ ഞാൻ ഉറക്കത്ത് കണ്ടു. എങ്ങനെയായിട്ടാ കണ്ടത്? എങ്ങനെയായിട്ട് കണ്ട, എന്നെ വിളിച്ചതായിട്ട് ഞാൻ ഉറക്കത്ത് കണ്ടേ. അതേ രൂപത്തിൽ തന്നെ അല്ലേ? അതേ രൂപത്തിൽ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ആ വിളിച്ച സമയത്താണ് എനിക്ക് ശരിക്കും നമ്മുടെ ഒരു പെന്ന് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അത്രയും തരം വൈബ്രേഷൻ, നമുക്കൊരു വിരൽ വെച്ചാൽ നമുക്കൊരു സെൻസേഷൻ ഫീൽ ചെയ്യല്ലോ. അവിടെ ചൂണ്ടുവിരലിന്റെ അറ്റം വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് അവിടെ കിട്ടി. കിടന്നുറങ്ങുന്ന സമയത്ത്. അന്ന് ഞാൻ വളരെ വിഷമത്തിൽ കിടന്നു. ഉറക്കത്തിലല്ല. ഉറക്കത്തിലല്ല. അപ്പൊ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് ഞാൻ വരില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അന്ന് മുതലാണ് എനിക്ക് ഈ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്.
പിന്നെ എനിക്കിത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ എനിക്കറിയുന്ന അടുത്തുള്ള ഒരു സ്വാമീനെ കണ്ടു. സ്വാമി ഇങ്ങനെ നെറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് പ്രസ് ചെയ്തു, തലയുടെ ഭാഗത്തും കുറച്ച് പ്രസ് ചെയ്ത് എന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും സാധന ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു. ഉം. അന്ന് എനിക്ക് സാധന ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല. സാധന പ്രാക്ടീസ് എന്താണെന്ന് എനിക്ക് അറിയില്ല, പറയാൻ അറിയില്ല. ഉം. പക്ഷെ ഈ കുട്ടിക്കാലം മുതലേ ചെയ്യുന്ന ജപം എന്ന് പറയുന്ന ഒരു സാധനയാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഉം. അപ്പൊ അന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉം. അപ്പം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റിംഗ് കൂടുതലായി. പെട്ടെന്ന് പേടിച്ചു പോയി. ഉം. എന്താന്ന് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഉം. ഉം. പെട്ടെന്നൊരു പേടിയായിരുന്നു. ഓക്കെ ഓക്കെ. നമ്മൾ പറയും ഞാനിപ്പോ ചത്തുപോകുന്നുള്ളൊരു ആ ടെൻഷൻ അതാണ് ഉണ്ടായിരുന്നു. മരണഭയമാണ് ആദ്യം ആ ഉണ്ടായത്. മരണഭയം എനിക്ക് ആദ്യം ഉണ്ടായി. ആ ഈശ്വര ഞാനിപ്പോ അതുണ്ടാവും. ചത്തുപോകും. കാരണം ഞാൻ ഈ ഈ ഈ ഇത് പഠിക്കാൻ തലവേദനയും ഉം. ഈ മരണഭയവും, തലവേദന വരുന്നത് എന്താ വെച്ചാൽ ഈ സഹസ്രാരത്തിൽ മൊത്തം എനർജി നിറയും. ഈ ആ ഹാ താഴത്തുനിന്നുള്ള ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാണികോർജം, നമ്മളുടെ പ്രാണോർജം, ഉം. പ്രാണൻ ഉം. എന്നിട്ട് ഈ ചിതാകാശം സഹസ്രാരത്തിൽ നിറയും. ഉം. നിറഞ്ഞിട്ട് അതിന്റെ പ്രഷറിലാണ് നമുക്ക് തല പൊളിയുന്നത് പോലൊരു വേദന വരും. ഫീൽ അത് ഈ ചെയ്യും. സഹസ്രാരം വിരിയുന്നതിന്റെ മുന്നെയാണ് ഉണ്ടാവുക. ആ ഹാ ഹാ അത് ആ സഹസ്രാരം അങ്ങോട്ട് ഓപ്പൺ ആവുന്നതോട് കൂടിയിട്ട് ആ വേദനയും പോകും. എനിക്ക് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ ആ വേദന ആ, പോയിട്ടുണ്ടായിരുന്നു. ആ, പക്ഷെ അതാണ്. ഞാനിപ്പോ പുറത്ത് ആ സമയത്തൊക്കെ ഉം, പുറത്തിറങ്ങി നടന്ന് സൂര്യപ്രകാശം തട്ടുമ്പോൾ എനിക്ക് ആ എനർജി ഓപ്പൺ ആവുന്നുണ്ടായിരുന്നു. ഉം, 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 പിന്നെ അതേപോലെ തണുപ്പുള്ള പ്രദേശത്ത് പോയാലും ഇങ്ങനെ എനിക്ക് ആ സമയത്ത് വൈബ്രേഷൻ. ഉം, ഉം, ഉം. എന്നാൽ ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ സാധന പ്രാക്ടീസ് തുടങ്ങിയത് കൊണ്ടായിരിക്കാം ആ ആ ജപം, കുട്ടിക്കാലത്തുള്ള ജപം നിർത്തി യോഗയെ ഇപ്പൊ അത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇല്ലാതായിട്ട് ഇപ്പൊ എത്രയായി? ഇപ്പൊ ഒരു 3-4 വർഷമായി. 3-4 വർഷമായോ? ഓ പിന്നെ ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇങ്ങനെ ആ ആ. സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഉണ്ടായിരുന്ന സമയത്ത് മൈൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറയും? ബ്ലാങ്ക് ആയിരുന്നു. വെരി ഗുഡ്. എന്താ അതോ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും തലയിലോട്ട് അങ്ങോട്ട് കേറുന്നില്ല. ഒന്നും കേരള ആകെ ആ ആ തോട്ട്സിന്റെ ആ പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മളെ ആ തലയ്ക്കകത്ത് കൂടെ ചിന്തകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമല്ലോ അതെ അതെ. എന്റെ സാധാരണ. കോളേജിൽ നിന്ന് അതവിടെ പിള്ളേരൊക്കെ നിൽക്കും. കളിയാക്കുമായിരുന്നു. അതവിടെ നിൽക്കും. ആ തെങ്ങ് മണ്ട പോയ തെങ്ങാണോ എന്നൊക്കെ ചോദിച്ച് ആ അത് ചോദിക്കായിരുന്നു. ബ്ലാങ്ക് ആവും. ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. ആ കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാങ്ക് ആവും. എന്റെ ഉം, അതോടൊപ്പം ഉം, ആനന്ദം കൂടും. അകാരണമായിട്ടുള്ള ഒരു തരം സാറ്റിസ്ഫാക്ഷൻ, ഉം, ഉം, ആനന്ദം എന്ന് പറയും. ഉം, സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, ഉം, ഉം, സന്തോഷവും സംതൃപ്തിയും കൂടി അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഒരു ആനന്ദം എന്ന് പറഞ്ഞ ഉം, ആ ഉം, സംഭവമുണ്ട്. ഉം, എക്സ്റ്റസി ഉം. എന്നൊക്കെ പറയും. അതെ അതെ. ആ. അങ്ങനെ ഉണ്ടായിരുന്നോ? എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനറിയില്ല. എനിക്ക് അങ്ങനെയൊന്നും ഒരു എഫക്ട്. പക്ഷെ നമുക്കൊരു കൂളിംഗ് കിട്ടുമ്പോൾ നമുക്കൊരു കൂളിംഗ് കിട്ടുമ്പോൾ സന്തോഷമാണല്ലോ. ഒരു സുഖം ആ ഉണ്ടായിരുന്നില്ലേ? അതുണ്ടായി. ഒരു ഓക്കെ. ഇക്കിളിയാക്കുന്ന പോലെയാ. അത് നമ്മുടെ പിന്നെ ഒരു ആ, തലയിലോട്ടൊക്കെ മനസ്സിലായി. എന്തൊക്കെയോ ഓക്കെ. ഇറങ്ങി വന്ന് ഒരു ഇക്കിളിയാവുന്ന ആ ഒരു ഫീലായിരുന്നു. ഓക്കെ ഓക്കെ. നിങ്ങൾ ഇത്രയും വക്കത്തെത്തിയിരുന്നു. എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞ മോക്ഷം എന്ന് പറഞ്ഞതിന്റെ 98% എത്തി നിൽക്കുകയാണ് നിങ്ങൾ കേട്ടോ. ആ ഒരു ആ സമയത്ത് ഒന്ന് ഒരു 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 2 മാസം കൂടി അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ, ആ ആ ആ ജപം കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായും കിട്ടുമായിരുന്നു. അന്ന് ആ ഒരു ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് അതെന്ന്. കേട്ടില്ലേ, ഇവിടെ ആർക്കും അത് പറയാൻ അറിയില്ല. അയ്യോ ഭയങ്കര ആർക്കും പറഞ്ഞു തരാനുള്ള ഒരു ഞാൻ വലിയ പോയടുത്ത് സൗഭാഗ്യം. ഈ എത്തിപ്പെട്ടതെല്ലാം. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഈ സാധന ചെയ്തിട്ട് തേടിക്കൊണ്ടിരിക്കുന്ന സാധനം നിങ്ങൾ ചെറുപ്പം മുതൽക്കേ ഉള്ള ആ മന്ത്ര സാധനയിൽ, അല്ല സോറി, ജപസാധനയിലൂടെ നിങ്ങൾക്ക് കിട്ടി. കുട്ടികളായിരിക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു പ്രായമാകുമ്പോഴേക്കും അവർക്കത് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയലുണ്ട്, നിങ്ങളെ കുട്ടികളുണ്ടെങ്കിൽ അവരെ ജപം വെറുതെ ജപം ദിവസവും ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ അത് അവരുടെ ജീവിതത്തിൽ ഒരു പ്രായം എത്തുമ്പോൾ അത് വർക്കൗട്ട് ആവും. നിങ്ങൾക്ക് എന്നാ ഇനി ജപം ഉടനെ തുടങ്ങും. വലിയ തുടങ്ങണം. പക്ഷെ സൗഭാഗ്യമാണ്, എന്തോരം വലിയ മുടക്കമാണ് സൗഭാഗ്യമാണ്. അതൊക്കെ എപ്പോഴും. അതെങ്ങനെ മുടക്കാനൊക്കെ ഉള്ളിൽ നിന്നൊക്കെ ഉണ്ടാവും. കാരണം മൈൻഡ് പിന്നെ ഇല്ലാതാവാൻ പോവുകയാണ്. അപ്പം മൈൻഡ് അതിനെ റെസിസ്റ്റ് ചെയ്യും. ഓ ഈ മനസ്സ് പൊടിഞ്ഞു പോകും. മനസ്സ് പിന്നെ നമ്മളുടെ ഒരു അവയവം പോലെ ആവും. കുറെ കാര്യങ്ങൾ കൊഴിഞ്ഞു പോയി. ഉം. കാരണം നമ്മുടെ ഉം. ഈ ടേസ്റ്റ് പോയില്ല, ഭക്ഷണത്തിനുള്ള ആഗ്രഹമൊന്നും പോയില്ല, അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഉം. അപ്പൊ വലിയ സ്റ്റേറ്റിൽ നിൽക്കണം, ഉം. അല്ലെങ്കിൽ ഇപ്പൊ തറയിൽ കിടന്നുറങ്ങാനാണെങ്കിൽ അങ്ങനെ കിടന്നുറങ്ങും.
ഈഗോ എന്ന് പറഞ്ഞ ആ സാധനം പൊടിഞ്ഞു 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 പോവുകയാണ്. അങ്ങനെയുള്ള കുറെ ആദ്യത്തേൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു. ഓ അതാണ് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം. ഗ്രേറ്റ്. അപ്പോ അപ്പൊ ഡിറ്റാച്ച് ആയി, ഉള്ളുകൊണ്ട് ഡിറ്റാച്ച് ആയി ഡിറ്റാച്ച്മെന്റ് പലരോടും. ഡിറ്റാച്ച്മെന്റ് വരും, ആ സമാധാനം വരും, ആ ശാന്തി വരും, പിന്നെ ഇൻഡ്യൂഷൻ വരും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ടെലിപ്പതി അന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാരണം അനുഭവം അന്നൊരു ഒന്ന് പറയും. ലേഡി, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉം. ഒരു ദിവസം ഇവിടെ ഒരു യോഗ ക്ലാസ് നടക്കുന്ന സമയം, എനിക്ക് പേരൊന്നും അവരുടെ ഓർമ്മയില്ല. ഉം. യോഗ ക്ലാസ് നടക്കുന്ന സമയത്ത് ഒരു 100 പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു അത്. ഉം. ഒരു ലേഡി എന്നെ വിളിക്കുകയുണ്ടായി. ഉം. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു റൂം ബുക്ക് ചെയ്ത് തരുമോ, ഞങ്ങൾ കാലിക്കറ്റിലേക്ക് വരുവാണ്, ഉം. പിന്നെ നമ്മുടെ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാലിക്കറ്റിൽ വലിയ പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. പറഞ്ഞു ഗ്രൂപ്പ് ചെയ്തിട്ട് എടുത്താണെന്നാണ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എൻ്റെ നമ്പർ തന്നെ സെലക്ട് ചെയ്തു, ഇഷ്ടം പോലെ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല, പെട്ടെന്ന് തോന്നി ഈ നമ്പറിൽ വിളിക്കാന്ന്, അങ്ങനെയാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞു. ഞാൻ കോൾ കട്ട് ചെയ്തു. ഞാൻ അന്വേഷിക്കാം, നിങ്ങൾ വരുന്ന ദിവസം ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഉപകാരം മറന്ന സമയത്ത് പെട്ടെന്ന് ക്ലാസിന്റെ പിറ്റേന്ന് ദിവസം എനിക്ക് ഒരു ഓർമ്മ വരികയാണ്. അല്ല, ക്ലാസിന്റെ പിറ്റേന്ന് അന്നത്തെ ദിവസം തന്നെ, അന്ന് അവര് ജോയിൻ ചെയ്യാൻ വരുന്ന ദിവസം പെട്ടെന്ന് ഓർമ്മ ഇങ്ങനെ പറയുകയാണ് എൻ്റെ ഉള്ളിൽ നിന്ന്, അവരിവിടെ എത്തിയിട്ടുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. എൻ്റെ മനസ്സ് ആണോ ബുദ്ധിയാണോ പറഞ്ഞത് എനിക്കറിയില്ല. അത്രയും ഷാർപ്പായിട്ടായിരുന്നു അത് പറഞ്ഞത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അവരെ കോൾ ചെയ്തു. ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് റൂം ചെയ്തു തരാം, നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ എത്തിയതേ ഉള്ളൂ, പിന്നെ ഞങ്ങൾ കറക്റ്റ് ടൈമാണ് എന്നെ വിളിച്ചത്, പക്ഷെ ഞങ്ങൾക്ക് റൂം സെറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അവര്. ഓക്കെ ശരി. അപ്പൊ അവര് എന്നോട് നന്ദി പറഞ്ഞങ്ങണ്ട് വെക്കുന്നതിന് മുമ്പ് അവരിങ്ങനെ പറഞ്ഞു നമുക്കിനി ക്ലാസ്സിന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവരെ ക്ലാസ്സിന്, അവർക്ക് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ഈ വന്നത് അവരാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അവരോട് പിറ്റേന്ന് അവരെന്നോട് ചോദിച്ചു നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ കണ്ടു, നിങ്ങൾ ഇന്ന ചുരിദാറല്ലേ ഇട്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല അന്ന്. പക്ഷെ അവരുടെ അടുത്ത് ഞാൻ പിറ്റേ ദിവസം ഡയറക്റ്റ് പോയപ്പോ എന്നോട് ചോദിച്ചു നിങ്ങൾ ടെലിപ്പതി പഠിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് നിങ്ങളാണ് എന്നെ വിളിച്ചതെന്ന് എനിക്ക് എന്തോ മനസ്സിൽ തോന്നി, അത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അന്നതവിടെ കട്ടായി, ക്ലോസ് ചെയ്തു, പിന്നെ പോയി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിയൊക്കെ ഷെയർ ചെയ്ത് തിരിച്ചു പോവാണ് ചെയ്തത്. പിന്നെ ഇതേപോലെ ഒരു ദിവസം ക്ലാസ്, ഞങ്ങൾ യോഗ സെന്റർ നടത്തുന്ന സ്ഥലത്ത് ഇതുപോലെ വേറൊരു അനുഭവം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാല്, ഒരു ദിവസം രാവിലത്തെ ക്ലാസ് എടുക്കേണ്ടത് വേറൊരു മാഷാണ്. അപ്പൊ മാഷ് വരുന്ന വഴിക്ക് മാഷിന്റെ കാറ് ബ്ലോക്കായി, ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ അദ്ദേഹത്തിന് എന്താ ചെയ്യാ എന്നുള്ളത് അറിയില്ല. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ താഴെ ഞാനാണ് നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ നിങ്ങളെ സ്മരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പം എന്താ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് പുലർച്ചെ, അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ ടൈം രാവിലെയാണ്, 5:30ക്കാണ്. അന്ന് രാവിലെ ഒരു 5 മണിയാകുമ്പോഴേക്ക് ഇതേപോലെ തേടയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഈ സ്റ്റിമുലേഷൻ ഉണ്ടാവുകയാണ്. പിന്നെ ഉറക്കത്ത് കാണുന്നത് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാവില്ല, ക്ലാസ് എടുക്കണം എന്നുള്ളതാണ്. കോൾ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാണ്. എന്റെ ഫോണുള്ളത് ഞാൻ അപ്പുറത്തെ റൂമിലാണ്, ഹാളിലാണ് കൊണ്ടുവന്ന് ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചത്, ഫോണ് ചാർജ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഉറക്കത്തെ ഞെട്ടി, ആ ഒരു വൈബ്രേഷൻ ഭയങ്കര ഷാർപ്പായിരുന്നു. അപ്പൊ ഞാൻ ഞെട്ടിയപ്പം ഞാൻ വെച്ചു അത് സ്വപ്നം കണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങാൻ നേരത്തോ എന്റെ ഫോൺ എവിടെയാണോ വെച്ചത് അതൊന്ന് പോയിട്ട് എടുത്തു വെക്കാൻ, ചാർജ് ഫില്ലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് മാറ്റി വെക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിന്റെ കോള് കാണാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സാറ് വിളിച്ചത് ഈ സമയത്തെന്ന് ചോദിച്ചു. എന്റെ കാർ ഇങ്ങനെ ബ്ലോക്കായി, ജസ്റ്റ് ഒന്ന് ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ആ കണ്ടത് എന്താണോ അതുപോലെ നടന്നു, ആ വൈബ്രേഷൻ ഫീൽ ചെയ്തു.
കാരണം അവര് അതില് ഒരു അതിലൊരു സംഭവം ഉണ്ട് കേട്ടോ. ഉം, നമ്മള് പിന്നെ ഈ സ്വപ്നങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു കണക്ഷൻ എങ്ങനെ വെച്ചാല്, നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തില് ആ, പത്രക്കാരൻ വന്ന് സൈക്കിൾ ബെല്ലടിക്കുന്നത് കേൾക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണും. ഉം, ഉം, കറക്റ്റ് എന്താ സംഭവം വെച്ചാല്, ആ സമയത്ത് അവിടെ പത്രക്കാരൻ വന്ന് ബെല്ലടിക്കും, ഉം, ശരിക്കും ഉം, അടിച്ചിട്ടുണ്ടാവും. ഉം, ഈ ഉം, ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്വപ്നത്തിന് സമയം വേണ്ട. ഉം, ഉം, നമുക്ക് സമയത്തിലാണ് നമ്മൾ സ്വപ്നം കാണണമെങ്കിലും, പക്ഷേ ഈ സ്വപ്നം കാണാൻ സമയം വേണ്ട. ആ ഉം, ഇമ്പൾസ് പിന്നെ നമ്മുടെ ബ്രെയിനിൽ ഒരു ട്രാക്കിൽ കൂടെ അങ്ങോട്ട് കയറിപ്പോകും. ഉം, ആ ഉം, സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഒരു ഉം, ഡ്രീമായിട്ട് നമുക്ക് ഒറ്റയടിക്ക് കാണും. ഓ, അങ്ങനെ അങ്ങനെ ഒരു ഇമ്പൾസിൽ നിന്ന് ഒരു ഡ്രീമിലേക്കും വരാം. ആ അതൊരു ചിലപ്പോ ആയിരിക്കും സാധ്യതയുണ്ട്. അങ്ങനെ. ചിലപ്പോൾ അപ്പോൾ ഈ ബെല്ല് കേൾക്കുമ്പോൾ ഉം, ഉം, ഈ ഒരു ഇതിലേക്ക് നമുക്ക് ആ ഡ്രീമിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഉം, ഉം. അങ്ങനെ സംഭവിച്ചതാവാനും മതി. പക്ഷെ അത് ഇയാൾ തന്നെ കോളായിരുന്നു എന്ന് അറിഞ്ഞത് അത് അത്ഭുതം തന്നെയാണ്. അപ്പോൾ അവിടെ എന്തോ അദ്ദേഹത്തിന്റെ കോൾ തന്നെയാണ്. സർട്ടൈൻ ലെവലിൽ എന്തോ അല്ല, ഞാൻ ടെലിപ്പതി അദ്ദേഹത്തിനോട് ചോദിച്ചു. വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ നിങ്ങൾ എന്നെ നിങ്ങൾ പിന്നെ ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ഉം. അപ്പൊ എന്നോട് പറഞ്ഞു ക്ലാസ് ഇപ്പൊ എന്താ ചെയ്യാന്ന് കരുതിയപ്പോ ഞാൻ പിന്നെ ഉം. ഒന്ന് പ്രാർത്ഥിച്ചു ഉം. എന്താ ചെയ്യണ്ടേന്നുള്ളത്. അത്ര മാത്രമേ ഞാൻ അതെ, ചെയ്തുള്ളൂ. ആ ടെലിപ്പതി രണ്ടാളുടെയും കൂടി കണക്ഷൻ ആയി. ആ ഓക്കെ ഓക്കെ. അപ്പോ അങ്ങനെ ഒരു സംഭവം എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓ, അത്ഭുതപ്പെടുത്തുന്ന സിദ്ധികൾ തന്നെയാണ്. പക്ഷേ ആ ജപം തുടരാതിരുന്നത്, ഈ സാധന തുടരാതിരുന്നത് ഭയങ്കര തെറ്റായിപ്പോയി. കാരണം ഇത് എത്രയോ ആളുകൾ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തൊരു സിദ്ധിയാണ് നിങ്ങൾ പിന്നെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എത്രയോ ആളുകൾ സന്യാസിമാരും പിന്നെ യോഗിമാരും പിന്നെ വീടും മറ്റ് തൊഴിലും എല്ലാം വിട്ടിട്ട് ആശ്രമങ്ങളിൽ സാധനകളിലൂടെ ഇത് നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും കിട്ടിയിട്ടില്ല, പലർക്കും കിട്ടിയിട്ടുണ്ട്. ആ സാധനം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് തുടങ്ങും. തീർച്ചയായും ഞാൻ ഈ 3:30 ആ സമയത്ത് എണീക്കാറുണ്ടായിരുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണരും. അത് അതിൻ്റെ ഒരു 3:30 എണീറ്റ് ലക്ഷണമാണ്. ജപം ചെയ്യും, യോഗ ചെയ്യും ആ സമയത്ത്. പിന്നെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഇതേപോലെ എനിക്കൊരു മറ്റൊരു എഫക്റ്റ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഈ സ്പൈനലിന്റെ ഭാഗത്തുനിന്ന് ഒരാൾ പിടിച്ച് കുലുക്കുന്ന പോലത്തെ ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ ഒരു എന്തോ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ മേൽപോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. അത് ഏതുവരെ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നടുഭാഗം വരെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് എന്റെ ഉള്ളംകൈ വരെ എനിക്ക് വൈബ്രേറ്റഡ് ആയിരുന്നു. ഉള്ളംകാലും വരെ ഉണ്ടാവും. എല്ലാ ഭാഗത്തും എനിക്കൊരു വൈബ്രേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. വരെയല്ലേ ഉള്ളൂ. കയ്യിലും കാലിലൊക്കെ ഉണ്ടാവും. ഉള്ളംകൈയിൽ 2 ചക്രാസ് ഉണ്ട്. വലിയ 2 ചക്ര, 2 കൈയിലും ഓരോന്നുണ്ട്. സെന്ററിലാണ് വരിക. അത് ആ കൈവിന്റെ പടം ഉണ്ടല്ലോ, കൈയിന്റെ പടം, ആ ഒരു ചതുരഭാഗം ഉണ്ടല്ലോ, വിരലുകളുടെ താഴെയുള്ള ഭാഗം, അത്രയും വൃത്തത്തില് അതിന്റെ സെന്ററിന് ഉണ്ടാവും ഒരു ചക്ര. അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്കത് അനാഹതം വരെ കുണ്ടലിനി ഒറ്റയടിക്ക് റൈസായി. അത് ഒന്നുകൂടി തുടർന്ന് അടുത്തൊരു ഗ്രന്ഥിയാണ് നമുക്ക് പിന്നെ ആജ്ഞാഗ്രന്ഥി എന്ന് പറയുന്നത്. അതുവരെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുമായിരുന്നു, വന്നിട്ടുണ്ട്. ആജ്ഞാചക്രത്തിലാണ് എനിക്ക് ഇപ്പൊ വന്നിരിക്കുന്നത്, അവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വിശുദ്ധി കടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അനാഹതം വരെ എത്തിയത് നിങ്ങൾ അറിഞ്ഞു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതെനിക്ക് സംഭവിച്ചതിന് ശേഷമാണ് ഞാൻ ലൈബ്രറിയില് ബുക്സ് കാണുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ അന്ന് വരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊന്ന് എനിക്ക് വാട്സാപ്പിൽ ഒന്നും കൂടെ അയക്കും കേട്ടോ. അല്ല, പക്ഷെ എനിക്ക് ഇന്ന് ആ സാധനങ്ങളോ ബുക്കൊക്കെ ഞാൻ മറന്നു. ഈ സാധനം തന്നെ മറന്നു. എവിടെയെന്ന് അറിയില്ല. അന്നത് ഹോസ്റ്റലിലായിരുന്നു വെച്ചിരുന്നത്. എനിക്ക് കിട്ടിയ ഓരോ എന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ പുസ്തകത്തില് അതുണ്ട്, ഞാനത് വരച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അത് അതുമായിട്ട് നോക്കൂ, അതേ ചിത്രം അതിൽ കാണും കേട്ടോ.
ഒന്നാമെന്ന് വെച്ചാൽ ഇതിന് തുരീയം എന്ന് പറഞ്ഞ ഭയപ്പെട്ടത് പുസ്തകമില്ലേ? കൊണ്ടാണ്. ആ തുരീയം എന്ന് പറഞ്ഞ പുസ്തകമില്ലേ? അതിൽ ഇതൊക്കെ ആഹാ. പിക്ചറായിട്ട് വരച്ചിട്ടുണ്ട്. ഉം, അത് ഉം, ഉം. അത് നോക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾ അതെല്ലേ. എന്താണോ വരച്ചിട്ടുണ്ടാവാൻ സാധ്യത അത് ഉം. ആ ബുക്കിലുണ്ടാവും. അതെ, അതായത് അടിയിലൊരു ഒന്നും ഒരു പറയണ്ട, ഒന്നും പറയണ്ട, കോണായിരുന്നു. പറയണ്ട, ആ പറയണ്ട. ഓക്കെ അത് പറയണ്ട. ഓക്കെ റൈറ്റ്. അത് നിങ്ങളൊന്ന് അത്ഭുതപ്പെട്ടോളൂ. ആ അല്ല, ഞാൻ ആ ലൈബ്രറിയിൽ ഏത് പുസ്തകമാണെന്നൊന്നും എനിക്കറിയില്ല. ആ ഞാൻ ആ പുസ്തകം തുറന്നു നോക്കിയപ്പം ഞാനിത് കണ്ടപ്പോ തന്നെ ഞാൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഈശ്വര, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടതായിരുന്നല്ലോ. അതിലേക്ക് ആ കണക്ട് ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണല്ലോ എന്ന്. പക്ഷെ ഞാൻ അത് വായിച്ചു നോക്കാൻ ഒന്നിരുന്നില്ല. കാരണം എനിക്ക് ഭയമാണ്. എന്നെ ലീഡ് ചെയ്തിരുന്ന ആ സമയത്ത് ഭയമാണ്. ഉം. ഞാൻ പെട്ടെന്ന് അത് ക്ലോസ് ചെയ്ത് അപ്പൊ തന്നെ ഞാൻ ഓടി. അയ്യോ. അങ്ങനെയൊക്കെയാണ് ഞാൻ. കാരണം വെച്ചാൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ആരുമില്ല. ഈ പ്രപഞ്ചം നിങ്ങളെ അതിലേക്ക് നയിക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് ഓടുകയാണ് ചെയ്തത്. ഞാൻ പൊട്ടാറില്ല. സത്യത്തില് എനിക്ക് അല്ല, ഈ അറിയാത്തോണ്ടാണ്, ഭയവും പ്രപഞ്ചം നമുക്കിതൊന്നും അറിയില്ല. ഉണ്ടാക്കിയതാണല്ലോ. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല. അത് സമയം അന്ന് ആയില്ല, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഒന്നാമത്തെ മൈൻഡിലുള്ള ഫീലിംഗ് മരിക്കാൻ ആ, പോവാണെന്നുള്ള അത് തോന്നലാണ്. അത് വരും. അപ്പൊ നമ്മളിത് മരിക്കാൻ പോവാണെല്ലാം കൂടി. അപ്പൊ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അജ്ഞാതമായതുകൊണ്ട്, ഈ സാധനം. അനുഭവങ്ങൾ അജ്ഞാതമായതുകൊണ്ട് അതെ. അതുകൊണ്ടാണ് നമ്മളൊരു ഗുരുവിന്റെ സാമീപ്യം വേണമെന്ന് എല്ലാവരോടും നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്. കാരണം ഗുരുവിന് വേറൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ മാത്രമാണ് ഗുരുവിന് കഴിയുക. മാർഗം പറഞ്ഞു തരാനും ക്ലാരിറ്റി തരാനും ഈ ആശങ്കകൾ അകറ്റാൻ. എനിക്കിപ്പോ എന്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് അവരും ചില അനുഭവങ്ങൾ പറയുമ്പോൾ എനിക്ക് ഒരു ലെവൽ വരെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വരെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതിലപ്പുറത്തേക്ക് എനിക്ക് ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതെ, അതെ. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ വേറെ ഏതെങ്കിലും ഗുരുവിന്റെ അടുത്ത് പോയിക്കോളൂ. ഞാൻ ഇതിൽ ഇത്ര വരെ ഉള്ളൂ, എന്റെ അറിവ് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ധൈര്യമായിട്ട് കണക്ട് ചെയ്ത് വിട്ടോളൂ. അവരെ നമ്മൾ ഗൈഡ് ചെയ്യുക. കാരണം അത് നമുക്കും അതൊരു ഗുണമാണ്, ലോകത്തിനും ഗുണമാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോ എന്താ അറിയോ, ചിലപ്പോ അറിയാത്ത ആളുകൾ അവർ സമീപിച്ചാൽ അവർ ഈ പറഞ്ഞ പോലെ എല്ലാം നിർത്താൻ പറയും. അതെ, എന്റെ അടുത്ത് അങ്ങനെ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ എന്റെ കോളേജിലുള്ള അധ്യാപകൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിന് പ്രാണായാമം ചെയ്യണം. എവിടുന്നാണോ ഈ എനർജി ജസ്റ്റിനേക്ക് ഫീൽ ചെയ്യുന്നത് അവിടുന്ന് ജസ്റ്റിനെ പ്രാണായാമം ചെയ്യണം നന്നായിട്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ, പ്രാണായാമം ചെയ്ത് നമ്മുടെ എനർജിനെ ഇത് സ്ട്രെങ്തൻ ആക്കി കൊണ്ടുവരണം. അപ്പം ജസ്റ്റിനേക്ക് ഹയർ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ ഈ ബോഡിയിൽ ഉണ്ടാവുന്ന ഷിവറിങ്, പേടികൾ മെല്ലെ മെല്ലെ താങ്ങാൻ. ഈ ഹൈ വോൾട്ടിൽ പോയിട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അടിച്ചു പോകും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ ഈ ജപത്തില് അവിടെ ഒരു ചെറിയ സംഭവമുണ്ട്. ജപത്തിലൂടെ ഉണരുന്ന കുണ്ടലിനി പറഞ്ഞാൽ അത് സോഫ്റ്റ് ആണ്. അത് നിങ്ങളെ ആസനങ്ങളും ലഘു പ്രാണായാമങ്ങളും ചെയ്യുമ്പോൾ തന്നെ അത് താങ്ങാനുള്ള ശേഷി ശരീരത്തിനും സുഷുമ്നയ്ക്കും ഉണ്ടാവും. അത് അപകടമുള്ള കാര്യമല്ല. പക്ഷെ പ്രാണായാമത്തിലാണ് തുടങ്ങുന്ന ആളുകളെങ്കിൽ കൃത്യമായിട്ട് ഹഠയോഗയും കൂടി പ്രാക്ടീസ് ചെയ്ത്, അപ്പൊ അത് പെട്ടെന്ന് തന്നെ അതിൽ ഈ കുണ്ടലിനിയുടെ ഉണർച്ച അതിശക്തിമത്തായിട്ടുള്ള കുണ്ടലിനിയാണ്. ഇതിന്റെ പ്രാക്ടീസ് മൊത്തം ഉണ്ടായിരുന്നു. ക്രിയായോഗ സെക്ഷൻസ് ഉണ്ട്. ക്രിയ മീൻസ് ബാബാജിയുടെ അല്ലാതെ പ്രാണായാമം ബന്ധാസും അല്ലേ? ബന്ധാസ് ചെയ്യാറുണ്ടായിരുന്നു, പ്രാണായാമം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ക്ലെൻസിങ് ഉണ്ടല്ലോ, നേതി ക്ലെൻസിങ്, അങ്ങനെയുള്ള അബ്ഡമൻ ക്ലെൻസിങ്ങിന്റെ പ്രാക്ടീസുകളൊക്കെ എംപ്റ്റി സ്റ്റൊമക്കിലുണ്ടായിരുന്നു. ഏർലി മോർണിംഗിലുണ്ടായിരുന്നു. വസ്തിയൊക്കെ ചെയ്തിരുന്നോ? വസ്തിയൊക്കെ ചെയ്തിരുന്നു. നൗളി ക്രിയ നൗളി ഇല്ല. നൗളി ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വസ്ത്രദൗതിയാണോ ചെയ്തിരുന്നത്? അതോ വസ്ത്രദൗതി ഉണ്ടായിരുന്നു. വസ്ത്രദൗതി, അതുപോലെ ജലനേതി, സൂത്രനേതി, കപാൽഭാതി, ഇങ്ങനെയുള്ള ഒരുപാട് രണ്ടും ഉണ്ടായിരുന്നു അല്ലേ? അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മളൊരു സിലബസ് കവർ ചെയ്യാണല്ലോ. അപ്പൊ ആ സിലബസിന്റെ ഭാഗമായിട്ട് നമുക്കത് പ്രാക്ടീസിലുണ്ടായിരുന്നു. വെരി ഗുഡ്. ഈ സമയത്തായിരുന്നു എല്ലാ എഫക്റ്റും. അതുകൊണ്ടാണ് അത് എല്ലാം കൂടി ഒന്നിച്ച് യോജിച്ചു വന്നാണ്. അമ്മയുടെ അനുഗ്രഹം, നിങ്ങളുടെ ജപസാധനയുടെ റിസൾട്ട്, പിന്നെ നിങ്ങൾ ഈ ചെയ്ത യോഗയുടെയും ഇതിന്റെ ആ ക്ലെൻസിങ് പ്രോസസ്സിന്റെ എല്ലാം കൂടി ഒന്നിച്ചു വന്നതുകൊണ്ട് അതങ്ങോട്ട് സക്സസ് ആയി. അപ്പൊ ഇനി അതങ്ങോട്ട് തുടരൂ ആ ജപം. പക്ഷെ ഈ രണ്ട് സ്ഥലത്ത് പോയപ്പോ എനിക്ക് എന്റെ എനർജി
ഉം. എനിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബോഡിയിൽ. അതും ഞാൻ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഉം. ഈ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നാട്ടിൽ ഒരു ഒരു സമാധി സ്ഥലം ഉണ്ടായിരുന്നു. ബാബാജിയുടെ, ബാബ മീൻസ് പിക്കിൾ സ്വാമി എന്നാണ് ഓ വിളിക്കാറുണ്ടായിരുന്നത്. അറിയാം, കൊയിലാണ്ടി. ആ അപ്പൊ അവിടെ പോയ സമയത്ത് ഉം. ഇതേപോലെ എനിക്ക് ഈ ഓക്കെ. സഹസ്രാരത്തിന് ഭയങ്കര ഉം. സ്റ്റിമുലേറ്റ് ആയിരുന്നു ഉം. ഉം. ആ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ. അതായത് ഓക്കെ, ഒരു 1 മനസ്സിലായി. 2 ദിവസം ഉം. ഉം. ആ ഇതില്. പക്ഷേ അവിടെ ഒരാൾ അന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് പോകുമ്പോൾ ഉം. അപ്പം എനിക്ക് എന്റെ ബോഡി മൊത്തം ശരിക്കും ആടുന്ന പോലെയായിരുന്നു. ഐ മീൻ ഉം. ഉം. എന്താ പറയാ, ഒരു കള്ളു കുടിച്ച ഫീൽ ആയിരുന്നു. ഓക്കെ. നമ്മളെ അത്രയും എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഉം. ഉം. അപ്പൊ ഇദ്ദേഹം എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മൈൻഡ് എന്നോട് പറയാണ് വേഗം ഇവിടുന്ന് രക്ഷപ്പെടൂ. കാരണം വെച്ചാൽ എന്നോട് പറയാ ഉം. വേഗം ഓടിപ്പോയിക്കോ. കാരണം വെച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്റെ ബോഡിക്ക്. ഉം. ഉം. എന്താ ബോധം കിട്ടും മറയോ എന്നുള്ളൊരു തോന്നല്, അങ്ങനെയൊക്കെ ഫീൽ ആയിരുന്നു. ഉം. ഉം. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കൂടെ ഞാൻ വേഗം എസ്കേപ്പായി. ഉം. എനിക്ക് വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി എന്റെ BP കുറഞ്ഞു പോയതാണോ, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ വേഗം ഒരു ഉപ്പിട്ടിട്ട് നാരങ്ങ വെള്ളം കലക്കി കുടിച്ചു. എന്നിട്ടും മാറുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കണ്ണടച്ച് കിടന്നുറങ്ങിക്കോളൂ, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മെല്ലെ മെല്ലെ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഉം. ഉം. അങ്ങനെ ഞാൻ ആ ഒരു മെത്തേഡ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മാറി. പിന്നെ ഒരു സമയത്ത് ശരിക്കും എന്നെ എന്തോ ഒന്ന് പിടിച്ച് വലിക്കുന്ന ഒരു ഫീലായിരുന്നു. ഉം. ഈ പറഞ്ഞ സ്റ്റിമുലേഷൻ ഉണ്ട്, ഉം. പക്ഷേ എന്നെ മുകളിലോട്ട് എന്തോ ഒന്ന് വലിക്കുന്ന പോലെ. അന്നും ഞാൻ ഇതേപോലെ ക്ഷേത്രത്തിൽ നിന്ന് കയറി ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. കാരണം എന്താ ഇത് സംഭവിക്കുന്നത്, എനിക്ക് ബോഡിക്ക് എന്താണ് മാറ്റം സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാക്കി തരാനോ പറഞ്ഞു തരാനോ ആരുമില്ല. അപ്പം ഞാൻ വേറൊരാളടുത്ത് പോയ സമയത്ത് അവർ പറഞ്ഞു ഇനി ക്ഷേത്രത്തിലേക്ക് പോകണ്ട, കയറണ്ട, അത് നിർത്തിക്കളയോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. നന്നായിരുന്നു. എൻ്റെ അധ്യാപകൻ പറഞ്ഞ അവിടെ നിന്ന് നിങ്ങൾ പ്രാണായാമം ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ശരിയായ വഴി. നിങ്ങള് ഇത്രയൊക്കെ ഉള്ളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉള്ളിൽ നിന്നും കാര്യങ്ങൾ അറിവ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പുറമെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളുകളോട് പോയിട്ട് സംശയം ചോദിക്കാൻ പാടില്ലായിരുന്നു. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഇതേ മാർഗങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാ, യോഗ. അല്ല, നിങ്ങളെ ഗുരു പറഞ്ഞത് കറക്റ്റ് അല്ല, വേറൊരാള് പറഞ്ഞല്ലോ അങ്ങനെ ഇനി ക്ഷേത്രത്തിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളോടൊന്നും നമ്മള് തെറ്റായ മാർഗദർശനമാണ് അതൊക്കെ. നമ്മൾ എപ്പോഴും നമ്മളെ ഇന്നർ വോയിസിനെയാണ് നമ്മൾ കാതോർക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഉള്ളിൽ ഉണരുന്ന ഈ ശക്തി ഒരിക്കലും തെറ്റായ വഴിയിൽ ഒന്നും സംഭവിക്കില്ല, ഒരു അപകടത്തിലേക്കും നമ്മളെ നയിക്കില്ല. കാരണം ഇത് തനിയെ ഉണർന്നു വരുന്ന ശക്തിയാണ്. അത് അതിന്റെ ശരിയായ ട്രാക്ക് എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ അത് ഉണരുള്ളൂ. ആ സമയത്ത് അത് ഉണരുള്ളൂ. അപ്പൊ അത് ഉണരുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു അപകടമല്ല ഉണ്ടാവുക, ഏറ്റവും ശരിയായ വഴിയിലേക്കാണ് നമ്മൾ നയിക്കുക. അപ്പൊ ആ വിശ്വാസത്തിൽ നമ്മൾ ആ ശക്തിയെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ സ്വതന്ത്രമായി വിട്ടാൽ മതി. അതിനെതിരെ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ മതി. അത് കറക്റ്റായിട്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ, സന്തോഷം. ഈ എക്സ്പീരിയൻസ് ലോകത്തിന് വേണ്ടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.